നടൻ മർദ്ദിച്ചെന്ന മാനേജറുടെ പരാതിക്ക് പിന്നാലെ വിപിനെതിരെ പരാതി നൽകി നടൻ ഉണ്ണി മുകുന്ദൻ ഡിജിപിക്കും എഡിജിപിക്കും പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഉണ്ണി മുകുന്ദൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. വിവരങ്ങൾ നൽകുന്നത് അഞ്ജന അനിൽകുമാറാണ്. അഞ്ജന, ഈ വിപിൻ ഉണ്ണിമുകുന്ദനെതിരെ പോലീസിന് പരാതി നൽകി. ഇതിപ്പോൾ ഉണ്ണിമുകുന്ദൻ അതുക്കും മേലെ ഡിജിപിക്കും എഡിജിപിക്കും വിപിനെതിരെ പരാതി നൽകിയല്ലേ? ഉണ്ണിമുകുന്ദൻ എന്താണ് പറയുന്നത്? റോഷ്നി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏറെ ചർച്ചയായ ഒരു സംഭവം തന്നെയാണ് മാനേജറായ വിപിനെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ച സംഭവം. ഈ കേസിൽ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ മാനേജറായ വിപിനെതിരെ എഡിജിപിക്കും ഡിജിപിക്കും പരാതി നൽകിയിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ണിമുകുന്ദൻ വിശദമായ ഒരു പോസ്റ്റ് തന്റെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ഈ പോസ്റ്റിൽ പറയുന്നത് മാനേജർ പോലുമല്ല വിപിൻ, താൽക്കാലികമായി തന്റെ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യാമെന്ന പേരിൽ വന്നതാണ്. അങ്ങനെയാണ് വിപിനുമായുള്ള പരിചയം എന്നടക്കം സൂചിപ്പിക്കുന്ന വളരെ ദീർഘമുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഉണ്ണി 2 ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ പോസ്റ്റ് വളരെ ചെറുതാണ്. ഈ പോസ്റ്റിൽ പറയുന്നത് ഇത്ര മാത്രമാണ്: ഒഫീഷ്യലായ ഒരു പരാതി ഇപ്പോൾ എഡിജിപിക്കും ഡിജിപിക്കും നൽകിയിട്ടുണ്ട്. വിപിനെതിരായുള്ള പരാതിയാണ്. അതിനാൽ തന്നെ സത്യം ജയിക്കുമെന്നും നീതിക്കൊപ്പം ആണ് താൻ എന്നും നിലകൊള്ളുന്നതെന്നും സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ണിയുടെ പോസ്റ്റ്. ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, സീക്കിംഗ് ട്രൂത്ത് എന്നടക്കമാണ് ഈ ഒരു പോസ്റ്റിൽ ഉണ്ണി കുറിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ കഴിയുന്നു എന്ന രീതിയിലും സൂചിപ്പിക്കുന്നുണ്ട്. എൻഡ് ഓഫ് ദി ജേർണി ആൻഡ് ട്രൂത്ത് ഷാൽ പ്രിവെയിൽ എന്നടക്കം സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇന്നിപ്പോൾ ചർച്ചയാകുന്നത്. 1 മണിക്കൂർ മുൻപാണ് ഉണ്ണി തൻ്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാം തന്നെ തൻ്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഉണ്ണി പോസ്റ്റുകളിലൂടെ എല്ലാം തന്നെ കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിജിപിക്കും എഡിജിപിക്കും പരാതി നൽകിയിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ ഈ മർദ്ദിച്ച കേസിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു. അതിന്റെ വിധി വരുന്നത് തിങ്കളാഴ്ചയാണ്. ഇതിന് മുന്നോടിയായാണ് ഇപ്പോൾ മാനേജറായ വിപിനെതിരെ ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ വിപിൻ തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ്, ചില ആളുകളുടെ വലയത്തിൽ പെട്ടുകൊണ്ട് തന്റെ നാശം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വിപിൻ എന്നടക്കമാണ് കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൽ ഉണ്ണി പറഞ്ഞത്. ഇന്ന് അതിന്റെ ഒരു തുടർച്ചയായി എന്ന നിലയിലാണ് ആദ്യം പരാതി നൽകുന്നു. ഉണ്ണിമുകുന്ദൻ ഇതാ ഇപ്പോൾ തിരിച്ചും പരാതി നൽകിയിരിക്കുന്നു. പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ. എന്തായാലും രണ്ടിലും അന്വേഷണം നടക്കും.